ഹലോ. നമ്മളിനി എടുക്കാൻ പോകുന്നത് നമ്മുടെ CPM-ൻ്റെ തേർഡ് മൊഡ്യൂളാണ്. തേർഡ് മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്കും. ഓക്കെ, അപ്പം കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ഏതൊക്കെയാണ് ഇൻ കൺസ്ട്രക്ഷൻ ഫീൽഡ്, ആൻഡ് ഓൾസോ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് സെറ്റിൽമെൻറ്റ് ഓഫ് ദീസ് ഡിസ്പ്യൂട്ട്സ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ആൻഡ് സെക്കൻഡ് പാർട്ട് ഇൻക്ലൂഡ് കൺസ്ട്രക്ഷൻ കോസ്റ്റ് ആൻഡ് ബഡ്ജറ്റ്, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ബഡ്ജറ്റ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊക്കെയാണ് ഇതിൻ്റെ കണ്ടൻസ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് എന്താണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസ്പ്യൂട്ട് എന്ന് പറയുന്ന വേർഡ് മീനിങ് നമുക്കറിയാലോ, അതുതന്നെയാണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിസ്പ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, രണ്ട് പേർ മീൻസ് തർക്കം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്തർക്കം ഉണ്ടാവുക, ആരെങ്കിലും തമ്മിൽ എന്തെങ്കിലും റീസൺ കൊണ്ട് എന്തെങ്കിലും ഒരു വാക്തർക്കം ഉണ്ടാവുക രണ്ടുപേർ തമ്മിൽ, അതാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്താണ്, നമ്മുടെ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ടാണ്. കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പം നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ടാവുന്ന തർക്കങ്ങൾ, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ടാവുന്ന ഡിസ്പ്യൂട്ട്സ്, ആരൊക്കെ തമ്മിലായിരിക്കും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ മെയിൻലി ഡിസ്പ്യൂട്ട് ഉണ്ടാവുക? കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ടറും അതുപോലെ തന്നെ ആ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ഓണറായിട്ടുള്ള ക്ലയൻറ്റും. അപ്പം മെയിനായിട്ട് ഈ ക്ലയൻറ്റും ഈ കോൺട്രാക്ടറും തമ്മിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതാണ് മെയിൻ കോസ് എന്ന് പറയുന്നത്, മെയിൻ ഡിസ്പ്യൂട്ട് ഇൻ കൺസ്ട്രക്ഷൻ ഫീൽഡ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഈ വർക്കേഴ്സ് തമ്മിൽ, കോൺട്രാക്ടർ കീഴിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് തമ്മിൽ ചിലപ്പം ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതും ഒരു കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ടിൽ നമുക്ക് പറയാം, അതും കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് തന്നെയാണ്. അപ്പം കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ എന്താണ് ഡിസ്പ്യൂട്ടിൻ്റെ ഡെഫിനിഷൻ എന്ന് നമുക്കിവിടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഡിസ്പ്യൂട്ട് ഈസ് എ നാച്ചുറൽ ഫിനോമിന വെൻ ടു ഇൻഡിവിജ്വൽസ് ഓർ പാർട്ടീസ് വർക്ക് ടുഗദർ ഫോർ എ കോമൺ ഗോൾ. രണ്ട് ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ, ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പം അവർ തമ്മിലുണ്ടാകുന്ന ഒരു നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഒരു ഫിനോമിനയാണ് ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ബിഹേവിയറൽ ഫാക്ടേഴ്സും. ഇവർ തമ്മിലുണ്ടാകുന്ന ടു പാർട്ടീസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് തമ്മിലുണ്ടാകുന്ന ബിഹേവിയർ ഫാക്ടേഴ്സും അതുപോലെ തന്നെ അവിടുത്തെ ആ സർക്കംസ്റ്റാൻസ്, അതിൻ്റെ എൻവയോൺമെൻറ്റിലും അതിനൊരു റീസൺ ആവാം. ഓക്കെ, നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിൻ്റെ കേസിൽ എന്താണ്, നമ്മൾ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്ന ഒരു ലോങ് ടേം പ്രൊജക്റ്റാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ആൻഡ് അൺസർട്ടനിറ്റി ഉണ്ടാവാനുള്ള ചാൻസും അതുപോലെ തന്നെ ആ പ്രൊജക്റ്റിൻ്റെ കോംപ്ലക്സിറ്റിയും ഹെവി ആയിരിക്കും. അപ്പം എന്താണ്, അതുപോലെ തന്നെ അതിനകത്ത് കുറേ കണ്ടീജൻസീസും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഉണ്ടാകുന്ന ഈ അൺസർട്ടനിറ്റീസ് ഓഫ് വർക്കും, ഹൈ അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ കോംപ്ലക്സിറ്റി ഓഫ് വർക്കും അതുപോലെ തന്നെ കണ്ടീജൻസിയൊക്കെയാണ് ഈ ഡിസ്പ്യൂട്ടിലേക്ക് നീങ്ങുന്നത്, രണ്ടുപേർ തമ്മിലുള്ള തർക്കം ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തേർഡ് പോയിന്റ് പറയുന്നത്. പ്രൊജക്റ്റ് ആർ യൂഷ്വലി ലോങ് ടേം ട്രാൻസാക്ഷൻ വിത്ത് ഹൈ അൺസർട്ടനിറ്റി ആൻഡ് കോംപ്ലക്സിറ്റി, and it is impossible to resolve every detail and foresee every contingency at the outset. അതായത് ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈ കോംപ്ലക്സ് ആണ്, അതുപോലെ തന്നെ ഹൈ അൺസർട്ടനിറ്റി ഉള്ളൊരു ലോങ് ടേം പ്രോസസ്സാണ് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് കണ്ടീജൻസീസ് ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ നമുക്ക് മുൻകൂട്ടി എല്ലാ പോയിൻറ്റ്സും എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ട് നമുക്കത് സോൾവ് ചെയ്യാൻ ആ ടൈമിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ എന്ത് വരും, അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണ്, as a result situations are often arise that are not clearly addressed by the contract. അപ്പോൾ എന്തുണ്ടാവും, ഈ കോൺട്രാക്ട് ഡോക്യുമെൻസിനകത്ത് നമ്മൾ പറയുന്ന സിറ്റുവേഷൻ തന്നെ ആയിരിക്കില്ല ആക്ച്വലി ആ പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ദിസ് മേ ലീഡ്സ് ടു കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്. അതാണ് പറയുന്നത്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട് മെയിൻലി അറൈസസ് ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് കോൺട്രാക്ടർ. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്പ്യൂട്ടിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് ആരൊക്കെ തമ്മിലാണ്, ബിറ്റ്വീൻ ദ ക്ലയൻറ്റ് ആൻഡ് ദ കോൺട്രാക്ടർ. ഓക്കെ.
അങ്ങനെ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം നമുക്ക്? ആ ഡിസ്പ്യൂട്ടിനെ നമുക്ക് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രൊജക്റ്റ് നമുക്ക് മുന്നോട്ട് പോകാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങനെ കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് അത് ക്ലെയിം ചെയ്തിട്ട് അതിനെ നമ്മൾ ഓവർകം ചെയ്തില്ലെങ്കിൽ, നമ്മൾ ഒത്തുതീർപ്പാക്കിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ കൺസ്ട്രക്ഷൻ വർക്ക് തന്നെ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം കൺസ്ട്രക്ഷൻ വർക്കും അതിൻ്റെ കോസ്റ്റ് ഒരുപാട് അൺഎക്കണോമിക്കലാവും നമുക്ക്. അതുപോലെ തന്നെ നമ്മൾ ടൈം ഒരുപാട് നഷ്ടപ്പെടും, കുറേ കോസ്റ്റ്, കുറേ പൈസ നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരുപാട് റീസൺ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം എന്ത് വേണം? നമുക്കതിനെ ഡിസ്പ്യൂട്ടിനെ നമുക്ക് എന്ത് ചെയ്യണം? ഓവർകം ചെയ്യണം, അതിനെ പരിഹരിക്കണം. അപ്പോൾ ഇങ്ങനെ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദാറ്റ് വിൽ ഗിവ് റൈസ് ടു ക്രിയേഷൻ ഓഫ് ക്ലെയിം. അതായത് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്തിട്ട്, അതായത് നമ്മൾ കോർട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടീൻ്റെ പ്രസൻസിലോ നമ്മളത് കോൺട്രാക്ടറോ അല്ലെ ക്ലയൻറ്റോ ആരാന്ന് വെച്ചാൽ അത് ക്ലെയിം ചെയ്തിട്ട് നമ്മളത് പരിഹരിക്കും. ഓക്കെ, സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് വർക്ക്. അങ്ങനെ ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഗിവ് റൈസ് ടു ദ ക്രിയേഷൻ ഓഫ് ക്ലെയിം ആൻഡ് ദിസ് സെറ്റിൽമെൻറ്റ് ഓഫ് ക്ലെയിം വിൽ ബി എസെൻഷ്യൽ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദ കൺസ്ട്രക്ഷൻ വർക്ക്. ഓക്കെ, അതാണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ. എന്താണ് ഡിസ്പ്യൂട്ട്? അത് ആരൊക്കെ തമ്മിലാണ് ഉണ്ടാകുന്നത്, അതാണ് മെയിൻ ആയി പറഞ്ഞത്. ഇനി അടുത്തത്, വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് ഡ്രൈവ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്. എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ടിൻ്റെ മേജർ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റി. അൺസർട്ടനിറ്റി എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്താണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ റിക്വയർഡ് ടു ഡു ടാസ്ക് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ അവൈലബിൾ. ഓക്കെ, അതായത് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ നമ്മൾ മീൻസ് നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫോർമേഷൻസ്, ആ ഒരു വർക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മൾ പ്ലാനും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്ലാനും അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസും അതിൻ്റെ ഡിസൈൻ ഡീറ്റെയിലിങ്ങും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് കോൺട്രാക്ട് ഡോക്യുമെൻറ്റ് നമ്മൾ പഠിച്ച അങ്ങനെ അതുണ്ടല്ലോ, അവിടെ നിന്നാണ് നമുക്ക് ഈ ഇൻഫോർമേഷൻസ് കിട്ടുന്നത് അല്ലേ? അപ്പം നമ്മൾ ഈ കോൺട്രാക്ട് ഡോക്യുമെൻറ്റിനകത്ത് ഉണ്ടാകുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ പ്ലാനിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഇൻഫോർമേഷൻസ് ക്ലിയർ അല്ലെങ്കിൽ, എല്ലാ ഇൻഫോർമേഷൻസും അതിൽ പിന്നെ കറക്റ്റ്ലി അതിനകത്ത് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു അൺസർട്ടനിറ്റി ഉണ്ടാവും. അതായത് ഒരു ക്ലയൻറ്റ് മനസ്സിലാക്കുന്നത് ക്ലയൻറ്റിൻ്റെ മനസ്സിൽ എന്താണോ ഉള്ളത് അതായിരിക്കില്ല മേ ബി എഞ്ചിനീയർ അല്ലെങ്കിൽ കോൺട്രാക്ടർ ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യും, അതാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ റിക്വയർഡ് ടു ഡു ദ ടാസ്ക് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ അവൈലബിൾ. The amount of information required depends on the task complexity, the performance requirement, effectiveness of planning, and require the collection and interpretation of the information for the task. When uncertainty is high, initial drawing and specification will almost certainly change and the project member will have to work hard to solve problems as work proceed if disputes are to be avoided. അതായത് ഇങ്ങനെ ഈ നമ്മൾ പിന്നെ സ്പെസിഫിക്കേഷനകത്തും ഡ്രോയിങ്ങിലും ഒക്കെയുള്ള ഡീറ്റെയിൽസ് അവർക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടില്ലെങ്കിൽ അത് അൺസർട്ടനിറ്റിക്ക് കാരണമാവും. അങ്ങനെ അൺസർട്ടനിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് വേണം? ഈ പ്രൊജക്റ്റ് മെമ്പേഴ്സ് എന്ത് വേണം? അത് സോൾവ് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു ഡിസ്പ്യൂട്ട്, കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ അവൈലബിളും അതുപോലെ തന്നെ നമുക്ക് ആ പർട്ടിക്കുലർ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം, അതും തമ്മിലുണ്ടാകുന്ന ഡിഫറൻസ്, അതാണ് അതിൻ്റെ അൺസർട്ടനിറ്റി എന്ന് മെയിനായിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് കോൺട്രാക്ച്വൽ പ്രോബ്ലംസ് ആണ്. കോൺട്രാക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കോൺട്രാക്ട് ക്ലിയർലി പ്രിസ്ക്രൈബ് ദ റിസ്ക് ആൻഡ് ഒബ്ലിഗേഷൻ ഈച്ച് പാർട്ടി ഹാവ് അഗ്രീഡ് ടു take. Such rigid agreement may not be appropriate for long-term transaction carried out under conditions of uncertainty. Where eminent terms or bespoke contract are used, parties may be unclear and ambiguous. As a consequence, difference may arise in the parties' perception of the risk allocation under the contract.
അതായത് കോൺട്രാക്ച്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ കോൺട്രാക്റ്റിനകത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം, കോൺട്രാക്ട് ഡോക്യുമെൻറ്റിനകത്ത് ഉണ്ടാകുന്ന പ്രോബ്ലം. കോൺട്രാക്ട് ഡോക്യുമെൻറ്റിനകത്ത് നമ്മൾ എന്താണ് എമിനൻറ്റ് ടേംസോ അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള ടേംസോ അല്ലെങ്കിൽ അൺക്ലിയർ വേർഡ്സോ അൺആംബിജിയസ് ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ക്ലിയർ ആവണമെന്നില്ല. കോൺട്രാക്ടർക്ക് മേ ബി അത് ക്ലിയർ ആവണമെന്നില്ല, അല്ലെങ്കിൽ ആർക്കാണെങ്കിലോ അവർക്കത് ക്ലിയർ ആവണമെന്നില്ല. അപ്പം എന്താവും, അങ്ങനെ ക്ലിയർ ആയില്ലെങ്കിൽ അവർ വേറെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അത് ഇറ്റ് മേ ലീഡ്സ് ടു എന്തായിരിക്കും, കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ടിലേക്ക് ലീഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കണം, കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു റിജിഡ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഫോർമാറ്റിലൊരു ഡോക്യുമെൻ്റ് ആയിരിക്കണം, ക്ലിയർ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇത് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ഇനി അടുത്തത് ബിഹേവിയറാണ്. ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു മേജർ ഫാക്ടറാണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ടിനകത്ത്. അതായത് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോൺട്രാക്ടറിൻ്റെയും ക്ലയൻറ്റിൻ്റെയും അതുപോലെ തന്നെ ഓരോ വർക്കേഴ്സിൻ്റെയും ബിഹേവിയർ, അതായത് ഓരോ ഇൻഡിവിജ്വൽസും നമ്മൾ ഓരോരാളും ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസ്, നമ്മൾ ഡിഫറെൻറ്റ് എന്താണ് ഓരോ സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും അല്ലേ, ഡിഫറെൻറ്റ് സ്ഥലത്ത് നിന്ന് വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ അവരെ ഒരുപാട് കാര്യങ്ങളിലും നമുക്ക് ചേഞ്ചസ് ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും. അപ്പം അതൊക്കെ നമ്മളെ ബിഹേവിയറിന് ബിഹേവിയറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പം ഓരോരോ ആൾക്കാർ ഡിഫറെൻറ്റ് സ്വഭാവമുള്ള കുറേ ആൾക്കാരാണ് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അവർ ഓരോരാളെ ബിഹേവിയറും കോൺട്രാക്ടർ ബിഹേവിയറും അതുപോലെ തന്നെ വർക്കറിൻ്റെ ബിഹേവിയറും ക്ലയൻറ്റിൻ്റെ ബിഹേവിയറും എല്ലാം ഡിപ്പെൻഡ് ചെയ്യും ആ വർക്കിൻ്റെ പ്രോഗ്രസ്സിന്. അപ്പോൾ അങ്ങനെ ബിഹേവിയർ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മോശമായിട്ടുള്ള സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇറ്റ് മേ ലീഡ്സ് ടു കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്. അത്രയാണ്, അതാണ് പറയുന്നത്. അടുത്തത് വാട്ട് ആർ ദ കോമൺ കോസസ് ഓഫ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട്. അപ്പോൾ എന്തൊക്കെയാണ് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ടിൻ്റെ മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്? അൺസർട്ടനിറ്റി, കോൺട്രാക്ച്വൽ പ്രോബ്ലംസ്, ദെൻ ബിഹേവിയർ. ഇനി കോമൺ കോസസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നില്ല. കോസസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അകത്ത് നമ്മളെന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ നിന്നും മേ ബി എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ചേഞ്ചസ് നമ്മൾ വരുത്തി, എന്തെങ്കിലും ഒരു ആക്സിലറേഷൻസ് അല്ലെങ്കിൽ സ്ലൈറ്റ് ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പർലി നമ്മളത് കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ പ്രോപ്പർലി അത് അനലൈസ് ചെയ്തിട്ട് അതിനുള്ള സിറ്റുവേഷൻസൊക്കെ അവിടെ ഉണ്ടോ, ആ സർക്കംസ്റ്റാൻസൊക്കെ ആ ഒരു ആക്സിലറേഷൻ ഓക്കെ ആണോ, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു ചേഞ്ചിന് ഓക്കെ ആണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ചസ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങനെ കോൺട്രാക്ടർ ഓക്കെ അല്ല ക്ലയൻറ്റ് ഇങ്ങനെ വേണം ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, ചെറിയൊരു ചേഞ്ച് വരുത്തണം വീട്ടിൽ മീൻസ് നമ്മളെ വർക്കിൽ. അപ്പോൾ കോൺട്രാക്ടർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലായത് അങ്ങനെ ഒരു ചേഞ്ച് അവിടെ വരുത്താൻ പറ്റില്ല എന്നുള്ള കാര്യം, അതിനുള്ള സർക്കംസ്റ്റാൻസ് അവിടെ ഇല്ല, അതിന് ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അവിടെ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ റീസൺ ആവും. ഓക്കെ, നെക്സ്റ്റ് കോർഡിനേഷനാണ് മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് എന്ന് പറയുന്നത് ഓരോരോ കുഞ്ഞു സബ് വർക്ക് അല്ലെങ്കിൽ സബ് ഹെഡ് ഓഫ് വർക്ക് ചേർന്നിട്ടുള്ളൊരു വലിയൊരു വർക്കാണ് കൺസ്ട്രക്ഷൻ വർക്ക്. അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ അകത്ത് ഓരോ മെമ്പേഴ്സും തമ്മിലുള്ളൊരു പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ വിത്തിൻ കോസ്റ്റിനുള്ളിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കോർഡിനേഷൻ ഇല്ലെങ്കിൽ എന്താണ് ഡിസ്പ്യൂട്ടിന് റീസൺ ആവും. ഓക്കെ, ദെൻ കൾച്ചർ എന്ന് പറയുന്നത് ദ പേഴ്സണൽ റിക്വയർഡ് ടു പ്രൊജക്റ്റ് വർക്ക് മേ കം ഫ്രം ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ് ഓർ എത്നിക് ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് ഓരോ പേഴ്സണും ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസിന് ഡിഫറെൻറ്റ് സോഷ്യൽ ബിഹേവിയറുള്ള പേഴ്സൺസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ കൾച്ചറൽ ബിഹേവിയറും ലീഡ്സ് ടു ഡിസ്പ്യൂട്ട്. Differing goals. Personnel engaged on large construction contract are likely to be employed by one of many subcontractor firms such as suppliers and manufacturers. Each of these firms may have their own commitment and goal, which may not be compatible with each other and could result in dispute. അതായത് ഡിഫറെൻറ്റ് പീപ്പിൾസാണ്, ഡിഫറെൻറ്റ് ഫേമാണ് ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ
എൻഗേജ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഓരോ ആൾക്കാർക്കും ഓരോ ഗോളായിരിക്കും. അതായത് ഒരു മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന ആൾക്ക് എന്താണ്, അവരെ മെറ്റീരിയൽ സപ്ലൈ ചെയ്ത് പോകണം. അതിപ്പോൾ ഗുഡ് ക്വാളിറ്റി ആയിരിക്കണം എന്ന് അവർ നോക്കുന്നില്ല. അവർക്ക് പൈസ കിട്ടണം എന്നുള്ള ഒരു ചിന്തയിൽ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ക്ലയൻറ്റിൻ്റെ കേസിൽ എന്താ, നമുക്ക് നല്ലൊരു അതായത് നല്ല സ്ട്രെങ്ത്ത്, നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. അപ്പം ചിലപ്പം നല്ല പൈസ കൊടുത്തിട്ട് നല്ല ക്വാളിറ്റി ഇല്ലാതെ മെറ്റീരിയൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതതിൻ്റെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെ ലോങ് ലൈഫിന് അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അവിടെ എന്താ സംഭവിക്കുക, അതായത് അത് എന്താണെന്ന് വെച്ചാൽ ഈ ഡിഫറെൻറ്റ് ഗോൾസ് ഉള്ള ഡിഫറെൻറ്റ് പാർട്ടീസ് ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ എൻഗേജ് ചെയ്യുമ്പോൾ അതും ഒരാളെ ഗോൾ അച്ചീവ് ചെയ്യാനായിരിക്കും ഒരാളെ നോക്കുന്നുണ്ടാവുക അല്ലേ. അപ്പം എന്താ സംഭവിക്കുക, അവർ തമ്മിൽ എന്തെങ്കിലും ചെറിയ തർക്കങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തത് മെയിൻ ഫാക്ടറാണ് ഡിലേ എന്ന് പറയുന്നത്. ഡിലേ എന്ന് പറയുന്നത് എന്താണ്, നമ്മളൊരു കൺസ്ട്രക്ഷൻ വർക്ക് റൈറ്റ് ടൈമിൽ നമ്മൾ പറഞ്ഞ വിത്തിൻ ടൈം പീരീഡിനുള്ളിൽ റൈറ്റ് ടൈമിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ മെറ്റീരിയൽ കറക്റ്റ് ടൈമിൽ സപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും അതും മേ ബി ലീഡ്സ് ടു ഡിസ്പ്യൂട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഡിലേ ഇൻ വർക്ക് ഉണ്ടായിക്കഴിഞ്ഞാലും എന്തുണ്ടാവും, കൺസ്ട്രക്ഷൻ ഡിസ്പ്യൂട്ട് ഉണ്ടാവും. ദെൻ ഡിസൈനിനകത്ത് നമ്മളെ ഡിസൈൻ ഒരു എൻജിനീയർ ഡിസൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഡിസൈൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും എറർ ഉണ്ടായെന്ന് വിചാരിച്ചു. അതിലെന്തെങ്കിലും ഒരു എറർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റീഡിസൈൻ ചെയ്യണം. അപ്പോൾ എന്താണ്, അതിനൊരു അഡീഷണൽ കോസ്റ്റ് വേണം, ടൈം കുറേ എടുക്കും, അഡീഷണൽ കോസ്റ്റ് എടുക്കും. അപ്പോൾ അതൊക്കെ ഇതിന് ഫാക്ടറാണ് ഡിസ്പ്യൂട്ടിന്. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് വർക്ക്മാൻഷിപ്പ്, ക്വാളിറ്റി ആൻഡ് വർക്ക്മാൻഷിപ്പ്. അതായത് ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ എൻഡ് റിസൾട്ട്, അതിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ വർക്ക്മാൻഷിപ്പിൻ്റെ ക്വാളിറ്റിയും നല്ല ഹൈ ക്വാളിറ്റി ആയിരിക്കണം കൺസ്ട്രക്ഷൻ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ അതിൻ്റെ വർക്ക്മാൻഷിപ്പും. അപ്പോൾ അങ്ങനെ ക്വാളിറ്റി ഇല്ലാതെ വർക്കാണെങ്കിൽ എന്താണ്, ഡിസ്പ്യൂട്ടിന് റീസൺ ആകും കോൺട്രാക്ടറും ക്ലയൻറ്റും തമ്മിലുള്ള. ഓക്കെ, അവർ പറഞ്ഞ കറക്റ്റ് സ്പെസിഫിക്കേഷനിൽ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും ഉണ്ടാവേണ്ടത്. ഓക്കെ, ദെൻ സൈറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, സൈറ്റ് കണ്ടീഷൻ നമ്മൾ പ്രോപ്പറായിട്ട് ഫസ്റ്റ് സ്റ്റഡി ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആയിരിക്കും നമ്മൾ പ്രാക്ടിക്കലി അത് അവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് മനസ്സിലാവുക സൈറ്റ് കണ്ടീഷൻ കുറേ പ്രോബ്ലംസ്. അപ്പോൾ എന്താണ്, റീഡിസൈനും പ്രോഗ്രസ് ഓഫ് വർക്കിനെയും ഒക്കെ അത് ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ എൻജിനീയറിംഗ് വർക്ക് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് എക്സ്പെൻസീവ് ആവും. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഡിസ്പ്യൂട്ടിൻ്റെ. ഇനി എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസ്പ്യൂട്ട് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോൺട്രാക്ടർ ക്ലെയിം അഗെയിൻസ്റ്റ് ദ ക്ലയൻറ്റ്. കോൺട്രാക്ടർ ആ ക്ലയൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർ തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് ക്ലയൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുക. അതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ടിനകത്ത്. അപ്പം അതിനകത്ത് എന്തൊക്കെ റീസൺ കൊണ്ടായിരിക്കാം നമ്മൾ കോൺട്രാക്ടർ ക്ലയൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു എക്സ്ട്രാ വർക്ക് അല്ലെങ്കിൽ ഒരു പെറ്റി വർക്ക് ചെയ്തിട്ട് അതിനുള്ള എക്സ്ട്രാ എമൗണ്ട് ക്ലയൻറ്റ് കോൺട്രാക്ടർക്ക് നൽകാതിരിക്കുക, അതൊരു റീസൺ ആവും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ പേയ്മെൻറ്റ്, ഡിലേഡ് പേയ്മെൻറ്റ്. ഈ ക്ലയൻറ്റ് കോൺട്രാക്ടർക്ക് പേയ്മെൻറ്റ് കൊടുക്കാൻ ഡിലേ ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുന്നൊരു അവസ്ഥ. അതുപോലെ തന്നെ ക്ലെയിം ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. പിന്നെന്താണ്, റോങ്ലി ഡിഡക്റ്റ് ചെയ്ത പൈസ റീഫണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ക്ലെയിം ചെയ്യാം കോൺട്രാക്ടർ. അതാണ്. പിന്നെന്താണ്, ഈ കൺസ്ട്രക്ഷൻ വർക്ക് ഡിലേ ആയിക്കഴിഞ്ഞാൽ, കൺസ്ട്രക്ഷൻ വർക്ക് മെറ്റീരിയൽ സപ്ലൈ കൊണ്ടോ അല്ലെങ്കിൽ സാങ്ഷൻ ഡിലേ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഈ വർക്ക് ഡിലേ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ കോമ്പൻസേഷനായിട്ട് ക്ലയൻറ്റിന് എടുക്കുന്ന മേ ബി കോൺട്രാക്ടർ ക്ലെയിം ചെയ്യും. ഇതൊക്കെയാണ് കോൺട്രാക്ടർ ക്ലെയിം അഗെയിൻസ്റ്റ് ക്ലയൻറ്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്ലയൻറ്റ് ക്ലെയിം അഗെയിൻസ്റ്റ് കോൺട്രാക്ടർ. ക്ലയൻറ്റ് എപ്പോഴാണ് കോൺട്രാക്ടർക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നത്? എന്തൊക്കെയായിരിക്കും, നമ്മൾ കോൺട്രാക്ട് ചെയ്ത വർക്കിൽ എന്തെങ്കിലും ഡിഫക്റ്റീവ് വർക്ക് ഉണ്ടാവും, എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ക്ലെയിം ചെയ്യാം അല്ലേ. അതുപോലെ തന്നെ ഓവർ പേയ്മെൻറ്റ് കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞാലും ക്ലയൻറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റും. പിന്നെ ക്ലെയിം ഫോർ എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ഇൻ ഗെറ്റിംഗ് വർക്ക് ഡൺ ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് ഓർ അബർണോഡ് വർക്ക് ത്രൂ അതർ ഏജൻസീസ്. അങ്ങനെ അതർ ഏജൻസീസ് വഴി എന്തെങ്കിലും വർക്ക് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പെൻഡിച്ചർ
ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം. പിന്നെ എന്താണ് ഇൻട്രസ്റ്റ് ഓൺ എമൗണ്ട് ക്ലെയിംഡ് ബൈ ദ ക്ലയൻറ്റ്. പിന്നെ അതർ കോമ്പൻസേഷൻ ക്ലെയിം ഫോർ ഡിലേ കോസസ് ബൈ ദ കോൺട്രാക്ടർ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് വർക്ക് ഡിലേ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പൻസേഷനായി ക്ലെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എന്താണ് ഡിസ്പ്യൂട്ടും ഇതൊക്കെയാണ് ഡിസ്പ്യൂട്ടിൻ്റെ മേജർ ഫാക്ടർ എന്ന് പറയുന്ന കാര്യങ്ങളും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.